അമ്മേ പരിശുദ്ധമേ, അമ്മയുടെ മാധ്യസ്ഥതയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീറ്റിൻ്റെ പരീക്ഷ ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. അതിൽ ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു. കഥായി അവർ പഠിച്ചതെല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്ത് അത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനവരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവെ, എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ, കഴിഞ്ഞുപോയ ഇൻ്റർവ്യൂകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് ആദിയോടെ കാത്തിരിക്കുന്നുണ്ട് ഈശോയെ. അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അവരെ സമർപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളെ രാത്രിയും പകലും വെയിലിലും മഴയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത സുവിശേഷ സാക്ഷികൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാവത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യ കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ഈ ആഴ്ചയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളം നടക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, അതിൽ ബിസിനസ്സിന് മാന്യമുള്ളവർ, കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡില്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ, അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ, അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാൻ മാർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴലുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ അർപ്പിച്ച 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ, യാത്ര ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ, ഇന്ന് ചെയ്യുന്ന യാത്രകൾ, ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ, ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ, ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ, ഇടപെടലുകൾ, അവിടെയെല്ലാം പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ രാത്രി കർത്താവിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ, അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത്, അവിടെ നീ എത്തുന്ന നിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. നിൻ്റെ ആശങ്ക സമയത്തും ആസ്വസ്ഥങ്ങളുടെ സമയത്തും ആത്മധൈര്യമായ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാമേ.